ഒരു രക്ഷയില്ല, തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. കാരണം മമ്മൂട്ടിയുടെ വൺ മാൻ ഷോ എന്ന് പറയാം. ഫഹദ്, കുഞ്ചാക്കോ ബോബൻ എല്ലാവരും ഉണ്ടെങ്കിലും മോഹൻലാൽ സൈഡായതല്ല, മോഹൻലാലിൻ്റെ സൈഡ് ക്യാരക്ടറിന് ആ കഥാപാത്രത്തിന് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരെക്കാളും ഉപരി മമ്മൂട്ടി കയറി കൊളുത്തി ഈ പ്രായത്തിലും പുള്ളിയുടെ അഭിനയം പ്രസരിപ്പ് ഭയങ്കരമാണ്. പിന്നെ മനുഷ്യത്വത്തെ കുറിച്ചുള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് പുതിയ തലമുറയൊക്കെ ഈ മൊബൈൽ ഫോൺ സ്ക്രോൾ ചെയ്ത് വലിയ വലിയ എന്ത് ഇഷ്യൂ വന്നാലും അതിനൊരു സ്ക്രോളിലൂടെ യുദ്ധത്തിലെ ക്രൂരതകൾ പോലും സ്ക്രോൾ ചെയ്ത് കളയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം എല്ലാവരിലും മനുഷ്യത്വം, കമ്പാഷൻ ഒക്കെ ഉണർത്തുന്ന ഒരു വെൽ മെയ്ഡ് ഫാമിലി എൻ്റർടൈൻ ഫിലിമാണ്. മസ്റ്റ് വാച്ച് ആയിട്ടുണ്ട്. മമ്മൂക്കയുടെ ആ കഥാപാത്രവും മോഹൻലാലിൻ്റെ കഥാപാത്രവും കുഞ്ചാക്കോ ബോബനും ഫഹദും എല്ലാവർക്കും ഈക്വലായിട്ടുള്ള കഥാപാത്രമായിരുന്നു. ആരെയും തരം താഴ്ത്തിയിട്ടൊന്നുമില്ല. നല്ല സൂപ്പർ പടം. നന്നായിട്ടുണ്ട്. അതിന് നമുക്കൊരു ബോറടിയോ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. നന്നായിട്ട് നല്ല രസമായിട്ട് ലാഗൊന്നുമില്ല. നല്ല പടം. കിടിലൻ സാധനം, അടിപൊളിയായിരുന്നു. പക്കാ പടം. ഇത് നമ്മുടെ എല്ലാവരും ഒന്ന് മാക്സിമം കണ്ടിരിക്കുക. പക്കാ പടം. ആക്ഷൻ നല്ലതാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും കുറേ ആക്ഷൻ സീൻസ് ഉണ്ട്, അതാണ് ഹൈലൈറ്റ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നു ഇതിൽ ആ ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയും അതിനെ ഇൻ്റർലിങ്ക് ചെയ്ത് എല്ലാവരും ചിലപ്പോൾ ഒരു 5 മിനിറ്റത്തേക്കുള്ള റോളാണെങ്കിൽ പോലും അവരെല്ലാവരും അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫിൽ എനിക്കൊന്ന് ഇൻ്റർവെല്ലിന് മുമ്പ് വരെ ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവൽ ആ ഒരു ഇൻ്റർവെല്ലിന് ഒരു 10-15-20 മിനിറ്റ് മുമ്പേ വരുന്നുള്ളൂ. അതിനുശേഷം എല്ലാം ഫാസ്റ്റ് പേസ്ഡാണ്. പടം നല്ല സിനിമയാണ്. ടെക്നിക്കലി വെൽമെയ്ഡ് മൂവിയാണ്. 2020 പോലെ ഒരു മാസപടം പ്രതീക്ഷിച്ചാരും വരുന്നത്. നല്ലൊരു മമ്മൂക്ക പടത്തിൽ ലാലേട്ടൻ്റെ ഒരു കിടിലൻ റോൾ ആണ്. സുഷിൻ്റെ കിടിലൻ BGM ഒക്കെ ഉണ്ട്. ഫഹദിൻ്റെ ടോപ്പ് പെർഫോമൻസ്. ആക്ഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തു. ലാഗായിട്ടൊന്നുമില്ല. ഇത് കഥ ബിൽഡ് ചെയ്ത് എടുക്കുന്നൊരു സമയമുള്ളൂ. അല്ല അങ്ങനെ ലാഗായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ആക്ഷൻ ബ്ലോക്കുകളും എഡിറ്റിങ്ങും മ്യൂസിക്കും എല്ലാം നല്ല ക്വാളിറ്റി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീഷനല്ല, അവർ പഴയ 80s പോലെ നല്ല കഥകളിൽ അവർ നല്ല റോള് ചെയ്യുന്ന രീതിയിലാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അല്ല ഒരു മാസപടമായിട്ടല്ല ചെയ്തിരിക്കുന്നത്. ആവറേജ്, ബിലോ ആവറേജ് പടം കുഴപ്പമില്ല. അതായത് നമുക്കിപ്പോൾ ഒരുപാട് മോശമാണെന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു മികച്ച ഭയങ്കരമായിട്ടുള്ള സിനിമയാണെന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ആൻ ആവറേജ് ഫ്ലിക്ക്. പിന്നെ വിഷ്വലൈസേഷനൊക്കെ നല്ല ഗംഭീരമാണ്. ഇപ്പോൾ ബോൺ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ ബീ കീപ്പർ എന്നൊക്കെ പറയുന്ന സിനിമകളുടെയൊക്കെ, ജെയ്സൺ സ്റ്റാത്തിൻ്റെ ബീ കീപ്പർ, അതുപോലെ മാറ്റ് ഡിമോണിൻ്റെ ബോൺ ഐഡൻറ്റിറ്റി, ഇതിനകത്തൊക്കെയുള്ള വിഷ്വൽസിനെയൊക്കെ കൂടി എടുത്തുകൊണ്ട് അതിലൊരു കൺസെപ്റ്റും ഒക്കെ എടുത്തുകൊണ്ടാണ് ഫിലിം ചെയ്തേക്കുന്നത്. കൊള്ളാം. വൺ ടൈം വാച്ചബിളാണ്. കൊള്ളാം. അത് വേറെ ലെവൽ മേക്കിംഗ് ആണ് സിനിമ. ഒരു മോഹൻലാൽ, മമ്മൂട്ടി, കുഞ്ചാക്കോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഒരു കോർപ്പറേറ്റ് വേൾഡിൽ ചെയ്യാനുള്ള സാധനങ്ങൾ, അതിൻ്റെ ചീറ്റിങ്സ് എല്ലാം ഉണ്ട്. ബാക്കിയൊക്കെ സ്പോയിലറായി പോവും. കണ്ടു തന്നെ അറിയുക. ഗംഭീര എക്സ്പീരിയൻസ് ആണ്. സൂപ്പറാണ്. മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ട്.